പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സംഘർഷം ഉടനടി കുറയ്ക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ. നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. രൂക്ഷമാകുന്ന സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് രാജ്യങ്ങൾ കാണുന്നത്. ഒരു സാധാരണക്കാരനും ഉപദ്രവിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുക, മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏകമാർഗം നയതന്ത്രമാണ്. യുദ്ധത്തിന് മുൻഗണന നൽകി മുന്നോട്ടു പോയാൽ സാധാരണക്കാരായ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായേക്കും. പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് സംഘർഷം ഉടനടി കുറയ്ക്കാനുള്ള ആഹ്വാനം ഇന്ത്യ ആവർത്തിച്ചിരിക്കുകയാണ്. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള മുന്നോട്ടുള്ള മാർഗമായി നയതന്ത്ര പരിഹാരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയുമാണ് ഇന്ത്യ. 100 ദിവസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന സംഘർഷം വലിയ ദുരിതങ്ങൾക്ക് കാരണമായെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ വീണ്ടുമുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ അഗാധമായി ഖേദിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് വളരെയധികം ആശങ്കാജനകമാണ്. ഈ സംഘർഷം ഇപ്പോൾ 100 ദിവസത്തിലേറെ നീണ്ടു നിൽക്കുകയും ഇതിനകം തന്നെ വലിയ മനുഷ്യ ദുരിതങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഊർജ്ജ വിതരണത്തിലും ഇത് ദുർബലപ്പെടുത്തുന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ കക്ഷികളും ഉടൻ തന്നെ സംഘർഷങ്ങൾ ലഘൂകരിക്കണമെന്നും സാധാരണക്കാർക്ക് ദോഷം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നയതന്ത്രപരമായ പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിവിധ നഗരങ്ങളിലായി സൈനിക നീക്കങ്ങൾ, തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണങ്ങൾ, മേഖലയിലുടനീളം കനത്ത പ്രൊജക്ടൈൽ ആക്രമണങ്ങൾ എന്നിവ നടന്ന പശ്ചാത്തലത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ന്യൂഡൽഹിയുടെ ആഹ്വാനം വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിൽ രൂക്ഷമായ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും അവരുടെ യുദ്ധത്തിന്റെ 100ാം ദിവസമായ തിങ്കളാഴ്ച പരസ്പരം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് ചെയ്തത്. ഇതിനകം ദുർബലമായ വെടിനിർത്തൽ ഗുരുതരമായ അപകടത്തിലാക്കുകയും ഒരു പൂർണ്ണമായ പ്രാദേശിക യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മേഖലയിലെ വിവിധ മേഖലകളിലെ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. പ്രധാന കപ്പൽ പാതയായ ചെങ്കടലിലൂടെ ഇസ്രായേലിന്റെ കപ്പൽ ഗതാഗതം നിരോധിക്കുകയാണെന്ന് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പ്രഖ്യാപിച്ചതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ പെട്രോ കെമിക്കൽ സമുച്ചയത്തിലെ ആക്രമണവും 2 ഇസ്രായേലി താവളങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞ ആക്രമണവും ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ചലനാത്മക നടപടികൾ ടെഹ്റാന്റെ മിസൈലുകൾക്കെതിരെ പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷമാണിത്. ഞായറാഴ്ച ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് അതിർത്തി കടന്നുള്ള വെടിനിർത്തൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാനപരമായ തകർച്ച വർദ്ധിച്ചു. ഇത് ഇറാൻ ഇസ്രായേലിനെതിരെ സ്വന്തം ആക്രമണം നടത്തുന്നതിനും പിന്നീട് തിങ്കളാഴ്ച ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും കാരണമായി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് മേൽ ശത്രുതയുടെ ഈ പെട്ടെന്നുള്ള പുനരാരംഭം ഒരു നിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ടെഹ്റാനുമായി സമഗ്രമായ ഒരു ആണവ കരാർ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഓഫ് റാം സ്ഥാപിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവസാന ശ്രമങ്ങളെ ഈ ചലനാത്മകമായ വർധനവ് പാളം തെറ്റിക്കാൻ ഗുരുതരമായി ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.